പാർവതിയെക്കുറിച്ച് ഞാനൊന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. എല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഒരു പെണ്ണിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, അവളുടെ മുന്നിൽ മടുത്തിരിക്കുന്നു, അവളെ നിലയ്ക്ക് നിർത്തണം. എന്താ ശരിയല്ലെന്നൊരു ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി. ആള് സൂപ്പറാ. നിന്റെ മുഖം എന്താ ഇങ്ങനെ? നല്ല പേടിയുണ്ടല്ലോ. നിനക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. അയാളുടെ ഒരു മന്ത്രവാദം. വേണ്ട സാർ, കർമ്മം മുടങ്ങിയ അയാളുടെ ഉപാസന മൂർത്തികൾ സാറിന്റെ നേരെ തിരിയട്ടെ, എനിക്ക് ഭയമൊന്നുമില്ല. വിശാൽ സാർ, അറിഞ്ഞുണ്ട് നമ്മൾ എന്തിനാ ദോഷം വിളിച്ചു വരുത്തുന്നേ? നാളികേരം അവിടെ എടുത്തു വെച്ച് എന്തിനാണെന്ന് മനസ്സിലായോ? എന്തിന്? അയാളുടെ ഉപാസനാമൂർത്തിയെ ആവാഹിക്കാൻ. ഒരു ഉപാസനാമൂർത്തിയെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ 5 ഉപാസനാമൂർത്തികളെയും അയാൾ ആ നാളികേരത്തിൽ ആവാഹിക്കും. അല്ല, ഇതിനെക്കുറിച്ച് പ്രതാപൻ എങ്ങനെ അറിയാം? അത് ഇയാളെ വിളിക്കാൻ പോയപ്പോഴേ ആ നിൽക്കുന്ന ശിഷ്യനോട് ഞാൻ എല്ലാം വിശദമായി ചോദിച്ചു മനസ്സിലാക്കി. ഇയാള് പോയി പാർവതിയെ പിടിച്ചോണ്ട് വന്ന് കളത്തിലിരുത്തൊന്നും വേണ്ട, അത് ആ ഉപാസനാമൂർത്തി ചെയ്തോളും എന്നാ എന്നോട് പറഞ്ഞത്. എനിക്കിതെല്ലാം കണ്ടിട്ട് തല പെരുക്കുക. എനിക്ക് കാണണ്ട ഇതൊന്നും. പോവല്ലേ, എന്റെ അടുത്ത് നിക്ക് ഗാർഗി. എനിക്ക് പേടിയായതുകൊണ്ടോ? എനിക്കിത് കാണാൻ വയ്യാത്തോണ്ടാ പാർവതി. ബ്രോ ഇല്ലേ നിന്റെ അടുത്ത്? ഇവിടെ ചെറിയമ്മയും വിപിനും ഒക്കെ ഇല്ലേ നിന്റെ അടുത്ത്? ഗാർഗി പോവല്ലേ. നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിക്ക്. ചേച്ചി പേടിക്കണ്ട. ഒരു പെൺകുട്ടിയെ മര്യാദ പഠിപ്പിക്കണമെന്നല്ലേ ഉപാസനമൂർത്തിക്ക് അറിയൂ. ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കുക. ചേച്ചി പേടിക്കണ്ട, ഒന്നുമില്ല. കണ്ടോ, ഉപാസനാമൂർത്തിക്ക് ആളെ മനസ്സിലായി.
ഇരിക്കേ, ഇരിക്കവിടെ. ഇത് രുധിരമാണ്. ഇത് കൊണ്ടുപോയി നിന്റെ ഉപാസനാമൂർത്തിക്ക് അഭിഷേകം ചെയ്യുക. പറഞ്ഞത് കേട്ടില്ലേ? ഈ രുധിരം കൊണ്ടുപോയി അഭിഷേകം ചെയ്യാൻ. അനുസരിച്ചില്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അയാൾ ഇപ്പൊ അവളെ അടിക്കും. അതിന് സമ്മതിക്കരുത്. അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? അനുസരിച്ചില്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അനുസരിപ്പിക്കാം. അടി കിട്ടേണ്ടത് എനിക്കല്ല, നിനക്കോ. അസുര നിഗ്രഹമെന്ന് നീ കേട്ടിട്ടില്ലേ? അത് ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോവാ. അയ്യോ, ഇങ്ങോട്ട് ഓടാ. കാട്ടൂർ ഭൈരവന് ആവശ്യത്തിന് ദക്ഷിണ കിട്ടിയല്ലോ. അത് പോരെങ്കിൽ ഇതും കൂടെ വെച്ചോ. അയ്യോ, ഓടി വേണ. അയ്യോ, അല്ലെങ്കിൽ അവർ നമ്മളെ തല്ലുകൊല്ലും. ചേച്ചി, വേണ്ട. നോ, വേണ്ട. വേണ്ട. അയ്യോ, കൊടുക്ക്. അങ്ങനെ തന്നെ. പാർവതി, വേണ്ട. പാർവതി, 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 ഇനി ഇതുപോലുള്ള ഓരോ കോപ്രായങ്ങളായിട്ട് വന്നാലുണ്ടല്ലോ. പാർവതി വന്നേ. പാർവതി, പാർവതി. അച്ഛാ, കുറെ നേരം ആയല്ലോ നടപ്പ് തുടങ്ങിയിട്ട്. ഇതാ സംഭാരം. മുഖത്ത് നല്ല വിഷമം കാണുന്നുണ്ടല്ലോ. എന്താ അച്ഛാ? മനസ്സിലൊരു ഇരുട്ട് വന്ന് നിറയുന്നത് പോലെ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അച്ഛൻ മനസ്സ് വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവളോരോ കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കല്ലേ, അതുകൊണ്ടാ. അല്ല മോളെ, പാർവതിക്ക് അവിടെ എന്തോ മനപ്രയാസം ഉണ്ടെന്ന്
എന്റെ മനസ്സ് പറയുന്നു. കേട്ടില്ലേ, ചേച്ചിയുടെ കാര്യം ഓർത്താ മുത്തശ്ശന് വിഷമം. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്കും. കുറ്റം കേൾക്കാൻ മാത്രമായിട്ടുള്ള ഒരു ജന്മമായി പോയല്ലോ എന്റേത്. കയ്യിലിരിപ്പ് നന്നായ കുറ്റം കേൾക്കേണ്ടി വരില്ല. അച്ഛാ, കുറെ ആയല്ലേ പാറുവിനെ കണ്ടിട്ട്, അതുകൊണ്ടായിരിക്കാം. അച്ഛന് അവളെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വരെ ഒന്ന് പോയി വരൂ. മുത്തശ്ശന് ഒറ്റയ്ക്ക് പോകണ്ട, ദൂരം കുറയില്ലേ, ഞാനും വരാം. എന്തിന്? വിപിനെ കാണാനോ? ആരും അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയും ചെയ്യാലോ. നീ പോകുന്നില്ല, മുത്തശ്ശനെ പോകുന്നുള്ളൂ. മുത്തശ്ശ, മുത്തശ്ശ. മണിക്കുട്ട, നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? എത്ര കാലമായി ഇതുവഴി വന്നിട്ട്? ഞാൻ പാറുവിന്റെ വീട്ടിലല്ലേ മുത്തശ്ശ. ഇവിടെ വരാൻ കൊറേ ദൂരമല്ലേ, അതുകൊണ്ടല്ലേ എപ്പോഴും എപ്പോഴും വരാത്തത്. ഞങ്ങൾ അവളുടെ കാര്യം തന്നെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അവളെ ആലോചിച്ച് അച്ഛന് മനസ്സിൽ വല്ലാത്തൊരു ആദി. അവൾക്കവിടെ എന്തോ മനപ്രയാസം ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മണി? സന്തോഷം മാത്രമുള്ളവരായി ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ പാറുവിന്റെ അമ്മേ? എല്ലാവർക്കും ഉള്ള പോലെ അവൾക്കും ചെറിയ ചെറിയ മനപ്രയാസങ്ങളുണ്ട്. ആഹാ, കൊള്ളാലോ. പട്ടണത്തിൽ പോയതിനു ശേഷം നീ തത്വം പറയാനൊക്കെ പഠിച്ചല്ലോ. ചേച്ചി നിന്നെ പിടിച്ച് സ്കൂളിൽ ചേർത്തോ, അതോ സത്യവതിയാകാൻ നിന്നെയും പഠിപ്പിച്ചോ? സ്കൂളിലൊന്നും ഞാൻ പോവില്ല. എനിക്കിങ്ങനെ പാറി പറന്ന് നടക്കണം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അരവിന്ദൻ സാറിനെ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ. അരവിന്ദൻ സാറോ? അതാരാ? വലിയ സാറാ. വലിയ സാറോ എന്നുവെച്ചാ? എന്നുവെച്ചാ വലിയ സാറ്, അത്രേ ഉള്ളൂ. ആള് ദാ വരുന്നു. നമസ്കാരം. നമസ്കാരം. എന്താ സാർ? വലിയൊരു സാറാണെന്ന് മണിക്കുട്ടൻ പറഞ്ഞു. ഞാൻ അത്ര വലിയ സാറൊന്നുമല്ല. എന്റെ പേര് അരവിന്ദൻ. ഉദയന്നൂർ ക്ഷേത്രത്തിലൊന്ന് തൊഴണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. ഞാൻ വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞ് വണ്ടിയിൽ മണിക്കുട്ടൻ ചാടിക്കേറി. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പാർവതിയുടെ മുത്തച്ഛനെ അമ്മയെ ഒന്ന് കാണാന്ന് കരുതി. അനിയത്തി? അതെ അതെ, അനിയത്തിയും. പല്ലവി എന്നല്ലേ പേര്? അയ്യോ, എങ്ങനെ മനസ്സിലായി? ഇങ്ങോട്ട് വരുന്നതിനിടയിൽ ഈ വീട്ടിലുള്ളവരുടെ മാത്രമല്ല, ഈ നാട്ടിലുള്ളവരുടെ പേരും വയസ്സും ജാതകവും മണിക്കുട്ടൻ പറഞ്ഞു. പാർവതിയെ സാറിന് എങ്ങനെ അറിയാം? പരിചയം? പരിചയം എന്നല്ല പറയേണ്ടത്, അവള് എനിക്കെന്റെ അനിയത്തിയെ പോലെയാ. കണ്ണെത്താത്ത സ്ഥലത്ത് അവളെ പറഞ്ഞു വിട്ടത് ഇഷ്ടമുണ്ടായിട്ടല്ല, അവളുടെ ഭാവിയല്ലേ നോർത്ത് സമ്മതിച്ചു. എട്ടും പൊട്ടും അറിയാത്ത കുട്ടിയാ സാറേ. സാറിനെ പോലെ ഒരാൾ അവളെ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോ തന്നെ പകുതി സമാധാനമായി. എന്റെ കുട്ടിയെ ഒന്ന് നോക്കിക്കോളേ സാറേ. അയ്യോ, സാറിനോടൊന്ന് കയറിയിരിക്കാൻ പോലും പറഞ്ഞില്ല. കയറിയിരുന്നാട്ടെ. വേണ്ട, ഇവിടെ വന്നോളാം. ഇവിടെ ആകുമ്പോ നല്ല കാറ്റ് കിട്ടും. എന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാടി. ഗ്ലാസ്. സാറിന് എവിടാ ജോലി? ഞാൻ പോലീസിലാ, സർക്കിൾ ഇൻസ്പെക്ടർ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇത്തിരി നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം. പാർവതിയായിട്ട് എങ്ങനെയാ പരിചയം? അതൊരു വലിയ കഥയാണ് മുത്തശ്ശ. സർ, വേണ്ട, ഈ വണ്ടി കയറരുത് സർ. ഈ വാഹനം പൊട്ടിത്തെറിക്കാൻ പോവാ. സർ, സർ, സർ.
സർ സർ എന്റെ ദേവി, അതാണ് നമ്മൾ തമ്മിലുള്ള പരിചയം. സംഭാര ഞാൻ തയ്യാറാക്കിയതാ. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. അംബികെ, സാറ് വലിയ സാറാണെന്ന് മണിക്കുട്ടൻ പറഞ്ഞത് സത്യ. സാറ് പോലീസിലാ, സർക്കിൾ ഇൻസ്പെക്ടറാ. ആഹാ, അത് ശരി. അപ്പോ സാറാണോ ചേച്ചി അറസ്റ്റ് ചെയ്തത്? അങ്ങനെയുള്ള പരിചയമാണോ? ഏയ് അല്ല. എന്താ സാറേ അവള് ചെയ്ത കുറ്റം? ഏയ്, പാർവതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തവരെ ഇപ്പോഴും പിടിതരാതെ ഒളിച്ചൊളിക്കുക. ആ കേസിന്റെ അന്വേഷണത്തിനാണോ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഏയ്, ഒരിക്കലല്ല. വെറുതെ പാർവതിയുടെ നാടും വീടും ഒക്കെ ഒന്ന് കണ്ടിരിക്കാൻ തോന്നി. സാറ് കല്യാണം കഴിച്ചതാണോ? അല്ല, ക്രോണിക് ബാച്ചിലറാ. എന്താ ചോദിച്ചേ? എത്ര രൂപ ശമ്പളം കിട്ടും? എടി ഒന്നും മിണ്ടാതിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, പാർവതിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടായിരുന്നോ? ഉണ്ട് സാറേ. വരാൻ പോകുന്ന അപകടം ഉദിയന്നൂരമ്മ മുൻകൂട്ടി കാണിച്ചു കൊടുക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ ഇറങ്ങുന്നു. സൗകര്യം പോലെ ഒരു ദിവസം വരാം. സാറിന് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ആ, ഏതായാലും പാർവതിക്ക് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയാൽ സന്തോഷം, മനസ്സിനൊരു സമാധാനവും. ആയിക്കോട്ടെ. ഈ വരവൊരു വെറും വരവല്ല. പിന്നെ നീ ആവശ്യമില്ലാത്തൊന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ആവശ്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അനുഭവത്തില് വരുമ്പോ മനസ്സിലായിക്കോളും. നിന്നെ ഞാനും ഇപ്പൊ ശരിയാക്കി തരാം. അവിടെ നിക്കടി. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. മതയാനെ തളയ്ക്കും, കണ്ണിൽ നോക്കി ബാധ ഒഴിപ്പിക്കും, തേങ്ങ ഉരുട്ടിക്കും. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അയാൾ കടിയിട്ടുന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് പോലും അയാൾക്കില്ലാതെ പോയി. കാട്ടൂർ ഭൈരവൻ അടുക്കളക്കാരിയുടെ കയ്യിന്ന് അടിയും വാങ്ങി കണ്ടം വഴി ഓടിയ ഓട്ടം ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. പ്രതാപോ, നീ ഒരു വകയ്ക്കും കൊള്ളില്ലാന്ന് നീ വീണ്ടും വീണ്ടും തെളിയിക്കുക. അതെ, ലക്കും ലഗാനും ഇല്ലാതെ ചൂരിലും കൊണ്ട് തലങ്ങും വിലങ്ങും അടികെട്ടിയ കാട്ടൂർ ഭൈരവനല്ല. ആരായാലും ഓടിപ്പോവും. ഓ, അല്ല, അയാളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അവള് തന്നെ നമ്മളെ തല്ലിയത്. ചേച്ചി അടിച്ചാടി പെറ്റമ്മ പോലും സഹിക്കില്ല. ഓ, പിന്നെ അയാൾക്ക് മന്ത്രവാദം അറിയില്ലെന്ന് പറയരുത്. ഉപാസനാമൂർത്തിയെ ആവാഹിച്ച തേങ്ങ അവളെ വലിച്ചുകൊണ്ടൊന്ന് കളത്തിയിരുത്തിയത് കണ്ടില്ലായിരുന്നോ? it's just a magic, man. Anyone can do it. അത് മാജിക്കൊന്നും അല്ലെന്നേ, ശരിക്കും ആവാഹിച്ചതാ. പ്രതാപ, നീ പറഞ്ഞതുപോലെ മന്ത്രവും തന്ത്രവും കുതന്ത്രവും അറിയാവുന്ന ഒരാളെ തല്ലാനുള്ള കഴിവ് പാർവതിക്ക് എങ്ങനെയുണ്ടായി? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എന്ത് പറയാനാ? ഉത്തരവും ഞാൻ തന്നെ പറയാം. ഉദിയന്നൂരമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവൾക്ക് പ്രത്യേകമായൊരു ശക്തി ഉണ്ടായിട്ടുണ്ടാവും. ദേവി കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ആ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതെല്ലാം അവളുടെ വെറും തോന്നലാ. തോന്നൽ മാത്രം. എന്റെ പൊന്നി ചേച്ചി, നമ്മൾ അവളുടെ മനഃശാസ്ത്രം പറഞ്ഞോണ്ടിരുന്നാലേ ആ ജാസ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതാവും. എന്തെങ്കിലും കച്ചിത്തുരുമ്പും പൊക്കി പിടിച്ച് ആ CA അരവിന്ദൻ വന്ന് കൈത്തളയും അണിയിച്ച് തൂക്കിയെടുത്തിട്ടങ്ങ് പോവും. അതോടി കഴിഞ്ഞാ അടുക്കളക്കാരിയുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടും. പിന്നെ അവളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്ത് ചേച്ചി ഒപ്പിട്ട് കൊടുത്ത പേപ്പറും പൊക്കി പിടിച്ച് തറവാട്ടമ്മ എന്ന സ്ഥാനം ഉറപ്പിക്കും.
പിന്നെ ഞാനും ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളും ഈ പടിക്ക് പുറത്താവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് എത്രയും വേഗം അവളെ തളയ്ക്കണം. പ്രതാപ, മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആണി അടിച്ച് തളയ്ക്കാൻ അവള് കള്ളിയങ്കാട്ട് നീലിയൊന്നുമല്ല, പാർവതിയ. മജ്ജയും മാംസവും ജീവനും ഒക്കെയുള്ള അതിലുപരി സകല തരികിടകളും അറിയാവുന്ന പാർവതി.